എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനുജ് ചാക്കോ. നമുക്കിന്നൊരു ഗുരുകുല വിദ്യാഭ്യാസ സ്ഥലത്തേക്ക് പോവാം. അവിടെ ഒരു ഗുരുവും കുറേ ശിഷ്യന്മാരുണ്ട്. അതിലൊരു ശിഷ്യൻ കുഴുമടിയൻ എന്ന് പറഞ്ഞ കുഴുമടിയനാണ്. ഒന്നും ചെയ്യില്ല, എല്ലാം പിന്നെ ചെയ്യാന്ന് വെച്ചാൽ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ മിടുക്കന്മാരാന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാരിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഇവ വരുന്നത്. എല്ലാ കാര്യവും പിന്നെ ചെയ്യാന്ന മടിയുടെ കൂടാതെയാണ് വരുന്നത്. അപ്പൊ ഈ ഗുരുവിനാണെങ്കിൽ ഇവനെ പറ്റിയിട്ട് ഭയങ്കര സങ്കടം. ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ മിടുക്കന്മാരാണല്ലോ, ഇവനെന്തെങ്ങനെ, ഇവന്റെ ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇവന്റെ മടിയാണല്ലോ ഇവനെങ്ങനെ ആക്കണേന്ന് ഗുരുവിന് ഭയങ്കര വിഷമം. അപ്പൊ ഗുരു വിചാരിച്ചു, അവസാനത്തെ അറ്റംപ്റ്റ് എന്ന് നൽകി ഇവനെ നന്നാക്കാൻ പറ്റുമോ നോക്കിയിട്ട് ഗുരു ഒരു ദിവസം ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ പട്ടണത്തിലേക്ക് പോവാണ്. ഒരു കറുത്ത കല്ലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ഈ കല്ലുകൊണ്ട് ഏത് ഇരുമ്പ് ഇട്ട് വരച്ചാലും ആ ഇരുമ്പ് സ്വർണ്ണമാവും. അതായത് 24 മണിക്കൂർ നിന്റെ കയ്യിലുള്ളൂ. അതായത് ഞാൻ ഇപ്പൊ പോയിട്ട് നാളെ വരുമ്പോൾ ഞാൻ കല്ല് തിരിച്ചു മേടിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ 24 മണിക്കൂർ നിന്റെ കയ്യിലുണ്ട്, ഈ കറുത്ത കല്ലുകൊണ്ട് ഇരുമ്പ് ഏത് ഇരുമ്പിലിട്ട് വരച്ചാലും മതി എന്ന് പറയും. അപ്പൊ ശിഷ്യന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ചുടുവിലക്ക് കോടീശ്വരനാവല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഗുരു വേഗം ഒരു പാടുകെട്ടായിട്ട് പട്ടണത്തിലേക്ക് പോയി. ഈ മടിയനായ ശിഷ്യൻ എന്ന് വെച്ചാൽ ആദ്യം ഒരു സന്ധിക്കാണ് ഇറങ്ങിയത്. അപ്പൊ സന്ധിക്ക് വെച്ചപ്പോൾ പുള്ളിക്കാരൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കാലൊക്കെ നീട്ടിയിരുന്നപ്പോ, കുറച്ചു നേരം കഴിയട്ടെ, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് നടക്കട്ടെ, നടന്നു കഴിഞ്ഞിട്ടുള്ളൂ, ഇന്ന് ഇപ്പൊ വൈകുന്നേരമല്ലേ ആയിട്ടുള്ളൂ, ഞാനൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കല്ല് വെച്ചിട്ട് വരയ്ക്കാൻ തുടങ്ങാം. അത് കഴിഞ്ഞ് ഇയാൾ പറഞ്ഞു, അല്ലെങ്കിൽ നാളെ കാലത്ത് നമ്മുടെ ഗ്രാമാതിർത്തിയിൽ കുറെ ഇങ്ങനെ ആ സ്ക്രാപ്സ് വിൽക്കുന്ന കടയിൽ ഇരുമ്പിന്റെ, അത് പോയി നാളെ കാലത്ത് തന്നെ നേരത്തെ എഴുന്നേറ്റ് റെഡി ആയി പോയിട്ട് അത് എടുത്തോണ്ട് വരാം. അപ്പൊ ഈ സ്ക്രാപ്സ് ഒക്കെ കിടക്കുകയാണെങ്കിൽ പിന്നെ കല്ലിട്ടങ്ങ് ഉടയ്ക്കല്ലേ വേണ്ടു. അപ്പൊ ഇന്ന് സുഖമായിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് കിടക്കാന്നുകൊണ്ട് പുള്ളിക്കാരൻ ചോറൊക്കെ കൊണ്ട് കാല് നീട്ടി കിടന്നുറങ്ങി. എന്നിട്ട് അന്നത്തെ അലാറം കോഴിയാണല്ലോ, നമ്മുടെ പോലെ മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പൊ കോഴി സാധാരണ നമ്മുടെ കോഴികള് 12 മണിക്ക് പോയി, 4 മണിക്ക് പോയി, 5 മണിക്കും പോയി, 6 മണിക്ക് പോയി. അപ്പൊ ഈ ഓരോ നമ്മൾ അലാറം സ്റ്റോസ് ചെയ്യണ മാതിരി കോഴിനെ സ്റ്റോസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ശിഷ്യൻ എന്താ ചെയ്തത്, അടുത്ത കോഴി പോട്ടെ എന്ന് വെച്ചാൽ ഒരു 8 മണി ആയപ്പോഴാണ് ഞങ്ങള് കോഴികൂല് നിർത്തി. അപ്പൊ ഇയാളെ മടിയൻ ശിഷ്യനെ എഴുന്നേറ്റു. എന്നിട്ട് ഇയാളെ കണക്ക് തിരുമ്പി എഴുന്നേറ്റ് വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്, ഒരു ചായ ഉണ്ടാക്കി കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ചായ ഉണ്ടാക്കി കുടിച്ചു. അപ്പൊ മണി 10 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ചപ്പാത്തി ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കൂട്ടി അടിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് രുചികരമായ പ്രാതല കഴിച്ചു. അത് കഴിച്ചു. ഒന്ന് ഞാൻ കിടന്ന് 10 മിനിറ്റ് ഞാൻ കിടന്നിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് പോയി ചെയ്യാം. 10 മിനിറ്റ് എന്ന് പറഞ്ഞ കിടന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ മണി 12 ആയപ്പോൾ ചോദിച്ചു, ദൈവമേ ഇനി അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാധനത്തിലെ 12 മണിയല്ലേ, ഇനിയിപ്പോൾ ഞാൻ ചോറുണ്ടിട്ട് പെട്ടെന്ന് ചെയ്യാന്ന് വെച്ച് ചോറൊക്കെ കൊണ്ടിട്ട് ഇയാള് നമ്മുടെ എവിടേക്കാണ് നമ്മള് ഗ്രാമാതിർത്തിയിൽ സ്ക്രാപ്പ് എടുക്കാൻ പോകുന്നുണ്ടാ. ഇയാള് ഇറങ്ങുമ്പോ അങ്ങേറ്റത്തുനിന്ന് ദേ വരുന്നു ഗുരു. സമയം പോയത് ഇയാൾ അറിഞ്ഞില്ല. ഗുരു പോയ കൃത്യം 24 മണിക്കൂറായ സമയത്തുള്ള. അപ്പൊ ഗുരു വന്നു കഴിഞ്ഞപ്പോ ഇയാള് സ്വർണ്ണം ഉണ്ടാക്കിയില്ല, കോടീശ്വരനും ആക്കിയില്ല. ആര് ശിഷ്യൻ. ഗുരുവിനെ കണ്ടോടുകൂടി ഇവൻ ഓടിപ്പോയി കാക്ക വേണ്ടുള്ളൂ, എൻ്റെ ഗുരു എനിക്ക് കുറച്ച് സമയം കൂടി തരുമോ, ഞാൻ ആ കല്ല് ഞാൻ സ്വർണ്ണം ഉണ്ടാക്കിക്കോട്ടെ സ്വർണ്ണം. അപ്പൊ ഗുരു പറഞ്ഞു, എടാ നിനക്ക് ഇനി ഞാൻ 1 സെക്കൻഡ് സമയം തൂങ്ങിട്ടു. അപ്പൊ അതുകൊണ്ട് നീ അപ്പപ്പ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തടത്തോളം കാലം നീ ശരിയാവില്ല. അപ്പൊ ഈ നമ്മളെ പോലെ എന്തൊരു മുഖ്യായ ഒരു ശിഷ്യ എന്ന് പറയും. നമ്മള് വീട്ടമ്മമാർക്ക് മാത്രം എടുത്താൽ മതി. നമ്മുടെ വീട്ടമ്മമാരുടെ സെൽഫ് കെയർ ഇതുപോലെയാണ്. കാലത്ത് നമ്മൾ എഴുന്നേറ്റ് കാലത്ത് എഴുന്നേറ്റു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ, അത് കഴിയുമ്പോൾ പറയും മക്കള് സ്കൂളിൽ വിടട്ടെ, അത് കഴിയുമ്പോൾ തുണി അലക്കട്ടെ, തുടക്കട്ടെ, പാത്രം കഴുകട്ടെ, ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സെൽഫ് കെയർ വൈകുന്നേരം 6 മണി 7 മണിയൊക്കെ നമ്മൾ ടയർഡാക്കാൻ പോകും. നാളെ ചെയ്യാൻ പറ്റും നമ്മുടെ സെൽഫ് കെയർ.
ഇങ്ങനെ നാളെ നീളെ പോയി അവസാനം ഹോസ്പിറ്റലിൽ ചെന്ന് പെടേണ്ടി വരുമ്പോൾ ഡോക്ടേഴ്സ് പറയുമ്പോഴാണ് നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കുക, അയ്യോ എനിക്കൊന്ന് ഒരു റിവൈൻഡ് അടിച്ചാലോ എൻ്റെ ജീവിതം, എനിക്ക് എൻ്റെ സെൽഫ് കെയർ ഒന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഈ ഡോക്ടർ മുകളിൽ നിന്ന് വിഷമിക്കേണ്ടി വരില്ലല്ലോ എന്ന്. അതുകൊണ്ട് നമ്മൾ ഈ മടിയനായ ശിഷ്യനെ പോലെ ആണോ ഇത് കേൾക്കുന്ന വീട്ടമ്മമാരെ എന്നൊന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തുടങ്ങുക, നാളെയല്ല ഇപ്പം തുടങ്ങുക നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ. എനിക്ക് ഈ എപ്പിസോഡ് എനിക്കിതാണ് പറയാനുള്ളത്. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.